Hello all. So it was in 2014 that I started my career in education. ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 and it was actually close to 4.5 years back that I started or that I switched to English training. And in these 4.5 years, I've come across a lot of students who have been working really hard in nailing skills in this language. അതായത് ഒരു ദിവസം 10-20 വേർഡൊക്കെ കുത്തിയിരുന്ന് പഠിച്ച് ഭയങ്കര ശശി തരൂർ ലെവലിൽ വൊക്കാബുലറി ഒക്കെ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന അതിനൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട്സ് അവർക്ക് കിട്ടുന്നില്ല. Now let me draw an analogy here. നമ്മൾ ഇപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ കറക്റ്റ് റെസിപ്പി ഉണ്ടാവും, നല്ലൊരു കൂട്ട് ഉണ്ടാവാം, നമുക്ക് അതിൻ്റെ അച്ചെല്ലാം നല്ല അച്ചും എല്ലാ സംഗതികളും എല്ലാം പക്കയായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവാം. നമ്മൾ കഷ്ടപ്പെട്ട് ആ മെഷർമെൻറ്റ്സ് എല്ലാം നോക്കി നമ്മൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ ആ അച്ച് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ, അതായത് ഭാഗമേ നമ്മൾ ഡിപ്പ് ചെയ്യാവുള്ളൂ. മൊത്തം ഡിപ്പ് ചെയ്താൽ ഇത് മൊത്തം ആ ബാറ്റർ ഫുൾ അതിയിട്ട് കയറി അങ്ങ് പിടിക്കും. പിന്നെ അത് റിലീസ് ആവില്ല എണ്ണയിലിടുമ്പോൾ, അല്ലേ? സോ ഇതൊരു വളരെ വളരെ എന്താ പറയുക, വളരെ ടൈനി ആയിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ ആ ടെക്നീക്ക് തെറ്റിയോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവാം, കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ആ ഒരു ടെക്നിക്ക് എവിടെയെങ്കിലും പാളിയോ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് അവിടെ കിട്ടില്ല. അപ്പോൾ ഫ്രസ്ട്രേഷൻ വരും, മടുക്കും, ഇട്ടേച്ചു പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് മനുഷ്യ സഹജമായ ഒരു ബിഹേവിയറാണ്. ആരെയും ഞാൻ ബ്ലെയിം ചെയ്യുമല്ല. സോ അവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആ കറക്റ്റ് ഗൈഡൻസ് വേണ്ടത്. അവിടെയൊക്കെയാണ് എന്നെപ്പോലെ വർഷങ്ങളായിട്ട് ഇതിൽ സമയം ചെലവഴിച്ചിട്ടുള്ള ആൾക്കാരുടെ റൂള് വരുന്നത്. ഞാൻ ഒരിക്കലും എന്നെ ഒരു എക്സ്പേർട്ട് എന്ന് വിളിക്കുന്നില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഒരുപാട് പഠിക്കാനുമുണ്ട്. ആൻഡ് ആ ഒരു knowledge has definitely given me the motivation to grab as much as I can from my learners so that I can spread it across to the world. So എൻ്റെ ലേണേഴ്സിൽ നിന്ന് ഒരുപാട് സംഗതികൾ അവർക്കായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത ഒരുപാട് ടെക്നിക്സും ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ ലേണേഴ്സ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം ഇത് ഉപകാരപ്പെടുമെന്ന്. ആൻഡ് ദിസ് ഇസ് മൈ സിൻസിയർ എഫർട്ട് ടുവേർഡ്സ് മേക്കിംഗ് ദാറ്റ് ഹാപ്പൻ. ഇംഗ്ലീഷ് പഠിക്കാനുള്ള കറക്റ്റ് ടെക്നിക്സിന് ഫോളോ